വീക്കെൻഡ് വാറിന്റെ രണ്ടാം ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എത്തിയിരിക്കുന്നത് രണ്ട് പുതിയ അതിഥികളാണ്, സെറീനയും നാദിറയും. അവരുടെ വരവോട് തന്നെ സേഫ് ഹൗസിലെയും ഔട്ട് ഹൗസിലെയും മത്സരാർത്ഥികൾക്കിടയിൽ പുതിയ ആവേശം നിറഞ്ഞു. ആദ്യമായി ആരംഭിച്ചത് മാസ്ക് ഓഫ് ടാസ്ക് ആണ്. ഓരോ മത്സരാർത്ഥിക്കും ഓരോ വിഷയങ്ങൾ. ആദ്യം എത്തിയത് പ്രണവ്. വിഷയം സിനിമ. സിനിമയോടുള്ള തൻ്റെ വലിയ ആഗ്രഹവും ഭാവിയിൽ സിനിമയ ലോകത്ത് സ്വന്തമായ ഒരു സ്ഥാനം നേടണമെന്ന തൻ്റെ അംബീഷനും പ്രണവ് പങ്കുവച്ചു. അടുത്തതായി സോന. അവളുടെ വിഷയം ധൈര്യമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ നേരിട്ട വളരെ കഠിനമായ അനുഭവങ്ങളാണ് സോന പങ്കുവച്ചത്. ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് താനും മുസ്ലിം കുടുംബത്തിൽപ്പെട്ട തൻ്റെ ഭർത്താവുമായുള്ള ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും തനിക്ക് നേരിടേണ്ടി വന്ന ശാരീരിക ആക്രമണങ്ങൾ, കുഞ്ഞിന് 3 വയസ്സുള്ളപ്പോൾ പോളണ്ടിൽ പോയതും പക്ഷേ അവിടെയുള്ള സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. തിരിച്ച് നാട്ടിലെത്താനുള്ള ടിക്കറ്റിനു വേണ്ടി പണം കണ്ടെത്താൻ ഹോട്ടലിൽ ജോലി വരെ ചെയ്യേണ്ടി വന്നു. എന്നാൽ അതോടെ സോനയുടെ പോരാട്ടം അവസാനിക്കുന്നില്ല. നാട്ടിലെത്തിയ ശേഷം മോട്ടിവേഷണൽ വീഡിയോസ് ആരംഭിച്ചു. അതോടൊപ്പം ഹെവി വെഹിക്കിൾ ലൈസൻസ് വരെ എടുത്ത് തൻ്റെ ജീവിതം സ്വന്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സോന തീരുമാനിച്ചു. അടുത്തത് അമൃത. വിഷയം അച്ഛൻ. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയത്ത്, പ്രത്യേകിച്ച് തൻ്റെ റിലേഷൻഷിപ്പ് തകർന്നു പോകുന്ന ഘട്ടത്തിൽ വീണ്ടും പോരാടാനുള്ള ധൈര്യം നൽകിയത് അച്ഛനാണെന്ന് അമൃത പറഞ്ഞു. പക്ഷേ അപ്രതീക്ഷിതമായി അച്ഛൻ്റെ മരണം അമൃതയുടെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമായി മാറി. അടുത്ത ടാസ്ക് ടവർ ചലഞ്ച്. ഇനി മത്സരാർത്ഥികൾ നേരിടുന്ന ഒരു ടീം ടാസ്ക് ആണ്. ആദ്യം 4 ടീം ലീഡർമാരെ തിരഞ്ഞെടുത്തു. ടാഷി, ഷിബീന, രാകേഷ്, എൽദോ. ലഭിച്ചിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഏറ്റവും ഉയരമുള്ള ടവർ നിർമ്മിക്കുക എന്നതാണ് ടാസ്ക്. മത്സരം തുടങ്ങി. ടവറുകൾ ഉയർന്നു. പക്ഷേ വിജയവും പരാജയവും എല്ലാം തീരുമാനിക്കുന്നത് അവസാന നിമിഷങ്ങളാണ്. എൽദോയുടെ ടീം വിജയിച്ചു, അതേസമയം ടാഷിയുടെ ടീം പരാജയപ്പെട്ടു. അതിൻ്റെ ഫലമായി അളകനന്ദയും അഫിയാസും ഔട്ട് ഹൗസിലേക്ക്, അതുപോലെ പ്രണവും വൈശാഖും ഔട്ട് ഹൗസിലേക്ക്. മറ്റൊരു മത്സരത്തിൽ ഷിബിനയുടെ ടീം വിജയിക്കുന്നു. പരാജയപ്പെട്ടത് രാകേഷിന്റെ ടീം. അതിനാൽ രാകേഷും ലോലിറ്റയും ഔട്ട് ഹൗസിലേക്ക്. അതോടൊപ്പം തന്നെ ശ്യാമും ഔട്ട് ഹൗസിലേക്ക് എത്തി. ഇപ്പോൾ ഔട്ട് ഹൗസിലെ മത്സരാർത്ഥികളുമായി സെറീനയും നാദിറയും നേരിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം ഇരുവരും ലഭിച്ച ഔട്ട് ഹൗസിൽ നിന്ന് ഒരാളെ സേഫ് ഹൗസിലേക്കും സേഫ് ഹൗസിൽ നിന്ന് ഒരാളെ ഔട്ട് ഹൗസിലേക്കും മാറ്റാനുള്ള അധികാരം. അവർ അഫിയാസിനെ സേഫ് ഹൗസിലേക്കും അമൃതയെ ഔട്ട് ഹൗസിലേക്കും മാറ്റുന്നു. അടുത്ത സെഗ്മെന്റ് അക്വിസിഷൻ ബോൾ. ഒരു ബോളിൽ വിവിധ വാക്കുകളുള്ള പേപ്പറുകൾ. ഓരോരുത്തരും ഓരോ വാക്ക് തിരഞ്ഞെടുക്കണം. പിന്നെ ആ വാക്ക് ഏറ്റവും ചേരുന്ന മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കണം. ആദ്യം പ്രണവ്. അവന് ലഭിച്ചത് കൺഫ്യൂസ്ഡ് എന്ന വാക്കാണ്. പ്രണവ് തിരഞ്ഞെടുത്ത് വൈശാഖിനെയാണ്. അടുത്തത് അളകനന്ദ. നോട്ട് ഡിസർവിങ് എന്ന വാക്കാണ് കിട്ടിയത്. അത് അമൃതയാണ് അളകനന്ദ തിരഞ്ഞെടുത്തത്. പിന്നീട് അമൃതയ്ക്ക് കിട്ടിയത് മനിപ്പുലേറ്റീവ് എന്ന വാക്കാണ്. അമൃത അളകനന്ദയെ തിരഞ്ഞെടുക്കുന്നു. വൈശാഖ് എടുത്ത വാക്ക് ബോറിംഗ് എന്നാണ്. അവന്റെ തിരഞ്ഞെടുപ്പ് ശ്യാമാണ്. ശ്യാമിന് ലഭിച്ചതാവട്ടെ ഫേക്ക് എന്ന വാക്കും. ശ്യാം തിരഞ്ഞെടുക്കുന്നത് പ്രണവിനെയാണ്. രാകേഷിന് ലഭിച്ചത് ഇൻവിസിബിൾ എന്നൊരു വാക്കാണ്. രാകേഷും പ്രണവിനെ തന്നെ തിരഞ്ഞെടുക്കുന്നു. അവസാനം ലോലിറ്റ എടുക്കുന്ന വാക്ക് അറ്റൻഷൻ സീക്കർ എന്നുള്ളതാണ്. ലോലിറ്റ അമൃതയെ തിരഞ്ഞെടുക്കുന്നു. ഓരോ ആരോപണത്തിനും പിന്നിൽ ഓരോ കാരണങ്ങൾ, ഓരോ തെരഞ്ഞെടുപ്പിനും പിന്നിൽ ഓരോ പുതിയ കോൺഫ്ലിക്റ്റുകൾ, ഒടുവിൽ എലിമിനേഷൻ. ഇന്നത്തെ എലിമിനേഷൻ ഒരു പ്രത്യേക രീതിയിലാണ്. ഓരോ മത്സരാർത്ഥികൾക്ക് മുമ്പിൽ ഒരു ബോക്സ് തുറക്കുമ്പോൾ പച്ച നിറം വന്നാൽ സേഫ്, ചുവപ്പാണെങ്കിൽ എലിമിനേറ്റഡ്. അങ്ങനെ ബോക്സുകൾ ഓപ്പൺ ചെയ്തപ്പോൾ വൈശാഖ്, അമൃത, പ്രണവ്, അളകനന്ദ ഇവർ 4 പേരും എലിമിനേറ്റ് ആയിരിക്കുകയാണ്. ബാക്കിയുള്ളവർ സേഫ് സോണിലേക്ക് പോയിരിക്കുന്നു. ഇതോടെ വീക്കെൻഡ് വാർ 2ലെ ആവേശകരമായ മത്സരങ്ങളും ആരോപണങ്ങളും അപ്രതീക്ഷിത തീരുമാനങ്ങളും അവസാനിക്കുന്നു. ഇന്ന് സേഫായവർ മുന്നോട്ട് പോരാടും. എലിമിനേറ്റ് ആയവർ ഈ ഘട്ടത്തിൽ യാത്ര അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ട്വിസ്റ്റുകളും പുതിയ ടാസ്കുകളും പുതിയ ഏറ്റുമുട്ടലുകളും കാത്തിരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.